മലയാളികൾക്ക് സ്വന്തം ബാലാമണിയാണ് ഇന്നും നവ്യ നായർ. സിനിമയിൽ കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു നവ്യയുടെ വിവാഹം. 24-ാം വയസ്സിൽ മുംബൈയിൽ ബിസിനസ്സുകാരനും ചങ്ങനാശ്ശേരിക്കാരനും കൂടിയായ സന്തോഷ് മേനോനെ വിവാഹം ചെയ്ത് ഇടവേളയെടുത്താണ് നവ്യ സിനിമയിൽ നിന്നും മാറി നിന്നത്. തൊട്ടു പിന്നാലെ മകന്റെ ജനനവും. സിനിമയിൽ നിന്നും മാറി നിന്നുവെങ്കിലും ഇടയ്ക്ക് പ്രേക്ഷകർക്കിടയിലേക്ക് TV ഷോയിലൂടെ നവ്യ തിരിച്ചെത്തി. പിന്നാലെ സിനിമയിലേക്കുള്ള റീ എൻട്രിയും നൃത്തവുമെല്ലാം. ഇതിനെല്ലാം ഒപ്പം നിന്നത് സ്വന്തം കുടുംബവും ഭർത്താവും ഭർത്താവിന്റെ കുടുംബവുമെല്ലാമാണ്. പിന്നാലെയാണ് ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം പ്രത്യക്ഷപ്പെടുന്നത് വളരെ കുറച്ചു മാത്രമായി ചുരുങ്ങിയത്. കഴിഞ്ഞ 2 വർഷമായി കുടുംബ ചിത്രങ്ങളൊന്നുമില്ലാതെ രണ്ടുപേരും രണ്ടിടത്ത് പല വിശേഷങ്ങളുമായി കൂടിയതോടെ ഇരുവർക്കുമിടയിലെ അകൽച്ചയും പരസ്യമായി. എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് സന്തോഷിന്റെ അമ്മ ബേബിയമ്മ ചില ചികിത്സകളുടെ ഭാഗമായി കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിൽ 1 മാസത്തോളം ചികിത്സയിലായിരുന്നു. അമ്മ ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയതിന്റെ ആശ്വാസം സന്തോഷ് പങ്കുവച്ചപ്പോൾ വിഷു ആഘോഷത്തിലായിരുന്നു നവ്യ. അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞ് അമ്മ ആദ്യമായി പുറത്തിറങ്ങിയത് മരുമകൾ നവ്യയുടെ നൃത്തം കാണാനാണ്. നവ്യ നൃത്തം അവതരിപ്പിച്ച് കഴിഞ്ഞിറങ്ങിയപ്പോൾ വേദിക്കരികിൽ സന്തോഷക്കണ്ണീരോടെ കാത്തിരിക്കുകയായിരുന്നു ബേബിയമ്മ. അമ്മയെ കണ്ടയുടൻ നവ്യ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും അനുഗ്രഹം തേടുകയുമായിരുന്നു. പിന്നാലെ ആ കൂടിക്കാഴ്ച ഒരു വിങ്ങിപ്പൊട്ടലിനും സ്നേഹചുംബനങ്ങളാലുമെല്ലാം നിറഞ്ഞു. നന്നായി നൃത്തം ചെയ്തെന്ന് അമ്മ പറഞ്ഞപ്പോൾ താങ്ക് യു അമ്മയെന്ന് നവ്യ പറയുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു. എല്ലാം കണ്ട് സന്തോഷിന്റെ അനുജത്തിയും തൊട്ടരികെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. സന്തോഷ് മേനോനുമായി വേർപിരിഞ്ഞോ എന്ന ചോദ്യം നിരന്തരമായിരുന്നു നവ്യയുടെ സോഷ്യൽ മീഡിയ വാളിൽ. സന്തോഷിനൊപ്പം ഒരു ചിത്രം പങ്കുവെക്കാത്തതും വീട്ടിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല എന്ന് തുടങ്ങിയ ആരോപണങ്ങൾക്കുമിടയിലാണ് ഗോസിപ്പുകാരുടെ വായടപ്പിക്കുന്ന തരത്തിൽ മരുമകളുടെയും അമ്മായിയമ്മയുടെയും ഈ സ്നേഹപ്രകടന വീഡിയോ എത്തിയിരിക്കുന്നത്. ഭർത്താവിന്റെ അമ്മയെയും പെങ്ങളെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തി ചിത്രത്തിന് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ പരം എന്ത് മറുപടിയാണ് ഗോസിപ്പുകാർക്ക് കൊടുക്കാൻ ഉള്ളത് എന്നാണ് ആരാധകർ തന്നെ ചോദിക്കുന്നത്. വിവാഹത്തോടെ സിനിമാ മേഖലയിൽ നിന്നും വിട്ടുനിന്ന നവ്യ പിന്നീട് ഒരുത്തിയിലും ജാനകി ജാനയിലും മികച്ച കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത്. മാതങ്കി എന്ന നൃത്തവിദ്യാലയവും തുടങ്ങി. ഇപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തുമെല്ലാം നൃത്തവേദികളിൽ സജീവമാണ് നവ്യ. എന്നാൽ തുടർച്ചയായി ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങൾ ഇടുന്നില്ല എന്നതിന്റെ പേരിൽ ആണ് പലപ്പോഴും ആരോപണങ്ങൾ കേൾക്കുന്നത്. ഇടയ്ക്കെപ്പോഴോ ഇരുവരും ഒരുമിച്ചെത്തിയപ്പോഴും ഇതേ വാർത്ത ചർച്ചയായി മാറിയിരുന്നു. മാതങ്കിയുടെ തുടക്കത്തിൽ എല്ലാവിധ സപ്പോർട്ടും നൽകി നവ്യയ്ക്ക് ഒപ്പം നിന്നതും ഇപ്പോൾ നിൽക്കുന്നതും സന്തോഷും കുടുംബവുമാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.